ഹായ്, മാളുവാണേ. ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വീഡിയോ ആയാലോ? എല്ലാവരും കൂടി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോട്ടാ നമുക്ക് ഇന്നൊരു ഷോപ്പിങ്ങിന് പോയാലോ എന്ന് വിചാരിച്ചേ. എന്തായാലും നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. എന്നാൽ പിന്നെ അധികം ലേറ്റ് ആക്കേണ്ട ഇന്ന് തന്നെ പോകാമെന്ന് വെച്ചിട്ട് നമ്മളങ്ങ് വിട്ട്. അമ്മക്ക് ഡ്രസ്സ് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ പോയിട്ട് അവസാനം നമുക്കെല്ലാവർക്കും ഡ്രസ്സ് എടുത്ത അവസ്ഥയായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എപ്പോൾ അച്ഛൻ്റെ ഓട്ടോ തന്നെ കേട്ടോ പോകല്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയിന് കേട്ടോ. ഒരു 5-5:30 4 മണിക്ക് പ്ലാൻ ചെയ്താ. അല്ലെങ്കിലും എല്ലാ ദിവസവും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയിട്ട് പ്ലാൻ ചെയ്താണെങ്കിൽ ആ സമയത്ത് നമുക്ക് എപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. അതെനിക്കൊന്നും നമ്മളത് മാത്രമല്ല, ഏകദേശം എല്ലാവരെയും ഒരു ഇതന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ അച്ഛൻ്റെ വായിന്ന് എന്തെങ്കിലും ചീത്ത കേട്ടിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നുണ്ടാവുക. തളിപ്പറമ്പിൽ സൂര്യ സിൽക്സ് വന്നിട്ട് കുറച്ച് നാളായിട്ടാ. ഇതുവരെ നമ്മൾ അവിടെ പോയിട്ടുണ്ടായില്ല. എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ടേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച്. തളിപ്പറമ്പ് 7-ാം മൈലാന്നേത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല എന്നുണ്ട് അച്ഛൻ വണ്ടി തന്നെ ആയിട്ടിരുന്നേ. പിന്നെ നമ്മൾ 4 ആളും കൂടി പോയി. താഴത്തെ നില മൊത്തം കിഡ്സിൻ്റെ സെക്ഷനായിരുന്നേ. ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചുരിദാറും ബാക്കി ടോപ്സും കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അമ്മയ്ക്കുള്ള ചുരിദാർ എടുപ്പങ്ങ് തുടങ്ങി. ഇഷ്ടപ്പെട്ട 2-3 ചുരിദാർ സെറ്റ് എടുത്തിട്ട് അമ്മ ട്രയൽ റൂമിൽ നിന്ന് ഒന്ന് ഇട്ട് നോക്കിയട്ടോ. പക്ഷേ സൈസ് അത്ര കറക്റ്റായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അതൊന്ന് ഒന്ന് മാത്രം ചൂസ് ചെയ്യുക ചെയ്തത്. പിന്നെ നമ്മൾ ടോപ്പിൻ്റെ സെക്ഷനിൽ പോയിട്ട് അമ്മക്ക് 2 ടോപ്പും അതുപോലെ അതിനാവശ്യമായിട്ടുള്ള പാൻറ് ഷോളൊക്കെ നമ്മളെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ അമ്മ പറഞ്ഞു, വിഷുക്കോടിയായിട്ട് എൻ്റെ വക നിങ്ങൾക്കും ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ എടുത്തോന്ന്. അങ്ങനെ ഞാൻ 2 ജീൻസിൻ്റെ ടോപ്പും അനിയത്തിക്കും ഒരു ജീൻസിൻ്റെ ടോപ്പ് എടുത്തു. അർജുവേട്ടൻ അതുപോലെ ടീഷർട്ടും ട്രൗസറും നോക്കി. അച്ഛനൊരു ഷർട്ടും എടുത്തു. നല്ല കളക്ഷൻസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നല്ല ഒരുപാട് ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ചുരിദാർ സെറ്റും വലിയ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഏതെടുക്കുന്നുള്ള കൺഫ്യൂഷൻ നല്ലോണം ഉണ്ടായിന് കേട്ടോ. അമ്മക്കും ഉണ്ടായിന്, എനിക്കും ഉണ്ടായിന് ഏതെടുക്കണ്ടേന്. കാരണം അത്രമാത്രം കളക്ഷൻ അവിടെ ഉണ്ടായിന്. എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയണമായിരുന്നു. എടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന് തന്നെ പറയണം. അതിൻ്റെ ഇടയ്ക്ക് സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്. വരാനായില്ലേ ചോദിച്ചിട്ട്. ആ സമയത്ത് ഫോൺ എടുത്തിട്ട് അച്ചച്ചാന്ന് വിളിച്ചിട്ട് അവിടെ എല്ലാവരെയും അറിയിക്കുന്നുണ്ടായിന്. പിന്നെയും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നിന്നിട്ട് സമയം വീണ്ടും അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക ചെയ്ത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിങ്ങിൻ്റെ സെക്ഷനിലെത്തി ബില്ലൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി. അപ്പോഴേക്കും നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വായിന്ന് കുറച്ച് കേട്ടിട്ടോ. എന്നാലും കുഴപ്പമില്ലേനു. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇനി പോകാമെന്ന് തീരുമാനിച്ച്. വേറൊന്നുമല്ല, മോക്കൊരു വണ്ടി വാങ്ങിക്കാനേനു കേട്ടോ. കുറേ നാളായോള് വണ്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതായിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിന്. നമ്മൾ അഹമ്മദാബാദുള്ള സമയത്ത് അവിടെ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു വണ്ടി നോക്കിയതായിരുന്നു. പക്ഷേ അതവിടെ ഇരുന്നിട്ട് അവൾക്ക് ഹൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളതവിടെ തന്നെ തിരിച്ചേൽപ്പിച്ചിട്ട് വരിക ചെയ്ത്. എന്തായാലും നാട്ടിലെത്തുകയല്ലേ ഇന്ന്, നാട്ടിൽ നിന്ന് എന്തായാലും വാങ്ങിക്കാമെന്നുള്ള ഒരു ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മൾ പോയത് തളിപ്പറമ്പിൽ പൂക്കോത്ത് നടയിലുള്ള ബേബി സോക്കിലായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വേണ്ട മാക്സിമം സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. എന്ത് ഐറ്റംസ് വേണമെങ്കിലും. ടോയ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വണ്ടികൾ അവിടെ ഇരുത്തിയിട്ട് നോക്കി. അതിൽ 1-2 നോക്കിയപ്പോൾ അതൊക്കെ ഫ്രഷ് പീസുകളായിരുന്നു. അതൊക്കെ അന്ന് രാവിലെ അവിടെ വന്നതേ ഉള്ളൂ. അവരെന്താ പറയുക, അതൊന്ന് സെറ്റാക്കിയിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. എങ്കിലും നമ്മളൊന്ന് ചെക്ക് ചെയ്തുവെല്ലാം. അങ്ങനെ അതൊന്ന് ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടാ. ആ വണ്ടിയാണെങ്കിൽ അവൾക്ക് നല്ലോണം ഇഷ്ടമാവുകയും ചെയ്തിന്. അതിലിരുന്നിട്ട് ഓടിക്കാൻ തുടങ്ങി. പിന്നെ ഇവൾ അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുന്നേ ഇല്ല, നമ്മളുടെ അടുത്തേക്ക് വരുന്നേ ഇല്ല. ഒരേ കരച്ചിലേനു. അവസാനം എങ്ങനെയല്ലോ പറഞ്ഞൊപ്പിച്ചിട്ട് വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ താഴേക്ക് വരിക ചെയ്ത്. പിന്നെ നമുക്ക് മോക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അവൾക്കൊരു പ്ലേറ്റ്, അതുപോലെ സ്പൂണ്, പിന്നെ കുറച്ച് സോക്സുകൾ, അങ്ങനെ കുറച്ച് എന്തൊക്കെയോ സാധനങ്ങൾ. അങ്ങനെ അവിടുന്ന് അതൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേക്കും സമയം 9 മണി കഴിഞ്ഞിന് കേട്ടോ. പിന്നെ നമ്മൾ വേഗം വീട്ടിലേക്ക് പോവുക ചെയ്തേ. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.